ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബു സ്പെഷ്യൽ ക്രിയേഷൻസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്റ്റാക്ക്ഡ് സെൻസർ, CMOS സെൻസർ, BSI CMOS സെൻസർ, അങ്ങനെ 3 സെൻസേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. സ്റ്റാക്ക്ഡ് സെൻസർ എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫുൾ ഫ്രെയിം ക്യാമറകളിൽ, പ്രത്യേകിച്ച് ടോപ്പ് എൻഡ് ക്യാമറകൾ C9, EOS R3, അതേപോലെ A1, സോണി A1 എന്നൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു സെൻസറിനെയാണ് സ്റ്റാക്ക് സെൻസർ എന്ന് പറയുന്നത്. ഹൈലി പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന ഹൈ എൻഡ് ക്യാമറാസിന് മാത്രമാണ് സ്റ്റാക്ക്ഡ് സെൻസർ യൂസ് ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് ഒരു 4,50,000 എബോവ് അല്ലെങ്കിൽ 4,15,000 എബോവ് ആയിട്ടുള്ള ക്യാമറകളിലാണ് സ്റ്റാക്ക്ഡ് സെൻസർ യൂസ് ചെയ്തത്. ഈ സ്റ്റാക്ക് സെൻസർ എന്ന് പറയുന്നത് സാധാരണ കൺവെൻഷണലായിട്ടുള്ള സെൻസർ, അതായത് CMOS സെൻസറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ 3 ലെയേഴ്സാണ് വരുന്നത്. 3 ലെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ലെയറിൽ പിക്സൽ ഫോർമേഷൻ, അതേപോലെ തന്നെ സെൻട്രലിലുള്ള ലെയറിന് മെമ്മറി, മൂന്നാമത്തെ ലെയറിലാണ് മെയിൻ ഫങ്ഷൻസ് എല്ലാം ലൈറ്റ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ 3 ലെയേഴ്സായിട്ടാണ് ഈ സ്റ്റാക്ക്ഡ് സെൻസറിൽ നമുക്ക് ഇമേജസ് പ്രോസസ്സ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഇമേജ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്, റീഡ് ഔട്ടൊക്കെ വളരെ ഫാസ്റ്റാണ്, ബർസ്റ്റ് റേറ്റ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സെൻസറാണ് ഈ സ്റ്റാക്ക് സെൻസർ എന്ന് പറയുന്നത്. നിക്കോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സീഡ് 7 പ്രോസസ്സറിലാണ് ഈ സ്റ്റാക്ക് സെൻസർ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ സ്റ്റാക്ക് സെൻസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ലൊരു ഇമേജ് ക്വാളിറ്റി നമുക്ക് വളരെ റോളിംഗ് ഷട്ടറൊക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഇമേജ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നു. റോളിംഗ് ഷട്ടർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഈ പിക്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറ അങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിക്ചർ ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഷേക്ക് മോഷൻ ബ്ലർ അല്ല, അതേപോലെ തന്നെ ഏകദേശം അതിനോട് സാമ്യം വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ റോളിംഗ് ഷട്ടർ എന്ന് പറഞ്ഞാൽ. റോളിംഗ് ഷട്ടറൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റാക്ക്ഡ് സെൻസറിലുള്ള പുതിയ ക്യാമറകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് തന്നെ A1 എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു 4,80,000 റുപ്പീസൊക്കെ വരുന്ന ബോഡിക്ക് മാത്രം ബോഡി പ്രൈസ് വരുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് പ്രൊഫഷൻ, പ്രത്യേകിച്ച് ഈ പോർട്രേറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ക്ലാരിറ്റി, അതേപോലെ തന്നെ ബർസ്റ്റ് റേറ്റിലൊക്കെ വളരെ ആക്യുറസി വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യുന്ന മോഡൽ തന്നെയാണ് ഈ സ്റ്റാക്ക്ഡ് സെൻസർ യൂസ് ചെയ്തിട്ടുള്ള ഈ ക്യാമറാസ്. EOS R3 എന്നൊക്കെ പറയുന്നത് ക്യാനോണിൻ്റെ ഏറ്റവും ടോപ്പ് ലൈൻ ക്യാമറയാണ്. അതേപോലെ തന്നെ Z9 എന്ന് പറയുന്നത് നിക്കോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റും ടോപ്പ് ലൈൻ ആയിട്ടുള്ള ക്യാമറ. അതിലെല്ലാം ഈ ഫാസ്റ്റ് എജിലിറ്റി, അത് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഷൂട്ടേഴ്സിന്, സ്പോർട്സ് ഷൂട്ടേഴ്സിന്, അവർക്ക് ആക്ഷൻ സീക്വൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഭയങ്കര വലിയ ബർസ്റ്റ് റേറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അതായത് 120 ഫ്രെയിംസ് പെർ സെക്കൻഡൊക്കെ JPEG ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ക്യാമറകളാണ് ഈ സ്റ്റാക്ക്ഡ് സെൻസർ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് BSI സെൻസർ യൂസ് ചെയ്ത് വരുന്ന മിഡ് റേഞ്ച് ക്യാമറാസ്, അതായത് C6II ഉള്ള ഒരു 1,65,000 എബോവ് ഒരു 2,15,000 ആ റേഞ്ചിൽ വരുന്ന ക്യാമറാസാണ്. അത് സാധാരണ ഒരു മിഡിൽ റേഞ്ചിലുള്ള പ്രൊസ്യൂമേഴ്സ് അല്ലെങ്കിൽ സെമി പ്രൊഫഷണൽസിനൊക്കെ വളരെ ഉപയോഗത്തായിട്ടുള്ള ഒരു ക്യാമറ. അത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന, ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള പർപ്പസിന് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് ഈ പറഞ്ഞ ക്യാമറകളെല്ലാം. അപ്പോൾ ഇത് പ്രൊഫഷണലിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊഫഷണൽസിനും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ എൻഡ് ക്യാമറാസ് അതിലാണ് കൂടുതലും സ്റ്റാക്ക് സെൻസർ യൂസ് ചെയ്തത്. അത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൊഫഷണൽസ്, ഹൈ എൻഡ് പ്രൊഫഷണൽസിന് കണക്കാക്കിക്കൊണ്ട് ഈ അതാത് ബ്രാൻഡുകൾ, പ്രത്യേകിച്ച് സോണി, നിക്കോൺ, അതേപോലെ തന്നെ ക്യാനൺ ഇറക്കുന്ന മോഡലുകളാണ്. ഈ CMOS സെൻസർ എന്നൊക്കെ പറയുന്നത് 1960 ശേഷം ഇറക്കിയ ക്യാമറ മോഡൽസിനെല്ലാം CMOS സെൻസറാണ് യൂസ് ചെയ്ത് വന്നത്. CMOS എന്ന് പറയുന്നത് അതിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഒന്നുമില്ല, ഒരു സിംഗിൾ പ്രോസസ്സിംഗ് ലെയറിൽ അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റിൽ എല്ലാം നടന്നു പോകും. പക്ഷേ അത് ഒരു 2000, 2010, 2020 കാലഘട്ടങ്ങളിലായപ്പോഴത്തേക്ക് അതിൽ ഡെവലപ്മെൻറ്റുകൾ വന്നാണ് BSI, അതായത് ബാക്ക് സൈഡ് ഇലിമിനേറ്റഡ് സെൻസേഴ്സ് ഒക്കെ വന്നത്. ബാക്ക് സൈഡ് ഇലിമിനേറ്റഡ് സെൻസേഴ്സ് ഒക്കെ വന്ന് ആദ്യമായിട്ട് സോണി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ചൂട് പിടിച്ച് പല ബ്രാൻഡുകളും പുതുതായിട്ട് ഇറക്കി തുടങ്ങി, നിക്കോണും അതേപോലെ തന്നെ ക്യാനോണും. അപ്പോൾ ഇൻഡസ്ട്രിയെ നോക്കുകയാണെങ്കിൽ BSI CMOS സെൻസർ എന്ന് പറയുന്നത് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. C6II എന്ന് പറയുന്ന മോഡലൊക്കെ ആണെങ്കിൽ ലോ ലൈറ്റ് പെർഫോമിങ്ങിന് വളരെ
എടുത്തു പറയാൻ പ്രാധാന്യമുള്ള ക്യാമറകൾ തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ Z8 നിക്കോണിൻ്റെ, അതായത് Z9 എന്ന് പറയുന്ന ടോപ്പ് ലൈൻ ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സ് ചെറിയ രീതിയിൽ എമൗണ്ട് കുറച്ചിട്ട് അതിൻ്റെ ബഡ്ജറ്റ് കുറച്ച് ഇറക്കിയ മോഡലാണ് C8 എന്ന് പറയുന്നത്. അതിലും സ്റ്റാക്ക്ഡ് സെൻസറാണ് യൂസ് ചെയ്ത് വരുന്നത്. ഫുജി ക്യാമറയിലൊക്കെ മുമ്പ് APS-C സെൻസറിൽ ഈ ഹൈ ബേസ്റ്റ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാക്ക്ഡ് സെൻസർ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഫുജിയുടെ തന്നെ ടോപ്പ് എൻഡ് ക്യാമറാസിലാണ് കൂടുതലും ഈ സ്റ്റാക്ക്ഡ് സെൻസർ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഫുജിയിലും അതേപോലെ തന്നെ ഈ സോണി A1-ലൊക്കെ 30 frames per second വരെയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ക്യാമറാസിനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം പ്രൊസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റാക്ക്ഡ് സെൻസറാണോ BSI CMOS സെൻസറാണോ അത് കൺവെൻഷണൽ സെൻസറാണോ കൺവെൻഷണൽ CMOS സെൻസറാണോ യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈ എൻഡ് പ്രൊഫഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാക്ക്ഡ് സെൻസർ തന്നെയാണ്. അല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള പ്രൊസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷൻസൊക്കെ ആണെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് R62 അല്ലെങ്കിൽ അതേപോലെ നിക്കോണിൻ്റെ Z6 III അതൊക്കെ വളരെ നല്ല ഒരു മോഡലാണ്. C6 III എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ യൂസ് ചെയ്ത് വരുന്ന ഒരു ക്യാമറയാണ്. C6 III കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വ്യൂ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ട് മാത്രം കുറച്ച് സ്റ്റാക്ക് ചെയ്ത് ബാക്കിയുള്ള അൺസ്റ്റാക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് വളരെ ക്രമീകരിച്ച് എന്നാൽ ഫാസ്റ്റ് റീഡ് ഔട്ട് ആയിട്ടുള്ള നമുക്ക് സ്പീഡും കിട്ടുന്നുണ്ട്, അജിലിറ്റിയും കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ബസ്റ്റ് മോഡ് സെറ്റ് ചെയ്തിട്ടാണ് കമ്പനി ഈ ഒരു ക്യാമറ നമുക്ക് പുറത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നിക്കോൺ Z6 III എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സെൻസർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ക്യാമറയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. പക്ഷേ നിക്കോൺ C6 III എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ്. Z8-നെക്കാട്ടിലും വെയിറ്റ് കുറഞ്ഞ ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനും വ്ളോഗിങ്ങിന് വരെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശേഷം. കാരണം അതിലൊരു ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ Z6 ഒക്കെ ഉണ്ടായിരുന്ന ഷട്ടർ സ്പീഡ് 1/8000 വരെയായിരുന്ന ഫാസ്റ്റസ്റ്റ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്, അത് കൂട്ടി ഇപ്പോൾ 1/16,000 വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റിനൊക്കെ ഫ്രീസ് ചെയ്യാനുമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിക്കോൺ Z6 III കുറിച്ച് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ എന്ന് പറയുന്ന ടെക്നോളജി തന്നെ പുതിയ ഒരു കാര്യമാണ്. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിക്കോൺ കമ്പനി ആയതുകൊണ്ടാണ് ഞാനിവിടെ C6 III കുറിച്ചുള്ള കാര്യം മെൻഷൻ ചെയ്തത്. നമുക്ക് സ്റ്റാക്ക്ഡ് സെൻസറാണോ അല്ലെങ്കിൽ CMOS BSI സെൻസറാണോ നല്ലതെന്നാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ രണ്ട് സെൻസേഴ്സുമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസറും കൂടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം പുതിയ ടെക്നോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര അധികം ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഷൂട്ട് ഒന്നും ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ എന്ന് പറയുന്നത് പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസറാണ്. നിക്കോണെ സംബന്ധിച്ചിടത്തോളം Z6 III ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോഡൽ. ഇനി ഫിജിയും അതേപോലെ തന്നെ സോണിയും കാനണും ഒക്കെ പുതിയ പുതിയ മോഡലുകൾ റിലീസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിവ്യൂസ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ. ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക,